പാറ്റാപ്പാർട്ടിയെ പറ്റി കേട്ടായിരുന്നോ? പാറ്റാപ്പാർട്ടി AKA കോക്രോച്ച് ജനതാ പാർട്ടി. സിസ്റ്റം കൗണ്ട് ചെയ്യാൻ മറന്നുപോയ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടി. ഈ രാജ്യത്തെ ചെറുപ്പക്കാരൊക്കെ പാറ്റകളെ പോലെയാണ്. അവർ സോഷ്യൽ മീഡിയയിൽ വരുന്നു, ആക്ടിവിസ്റ്റുകളാകുന്നു, എന്നിട്ട് സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുന്നു. സുപ്രീം കോടതിയിൽ നടന്ന ഒരു വാദത്തിനിടെ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്തിന്റെ ഈ പരാമർശമാണ് അഭിജിത് ദീപ്കെ എന്ന ചെറുപ്പക്കാരന് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടന രൂപീകരിക്കുന്നതിന് പ്രചോദനമായത്. ഈ പാർട്ടിയിൽ ചേരാൻ നിങ്ങളുടെ ജാതിയോ മതമോ ജെൻഡറോ ബാധകമല്ല. മറിച്ച് നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിരിക്കണം, ലേസി ആയിരിക്കണം, ദിവസവും കുറഞ്ഞത് 11 മണിക്കൂറെങ്കിലും ഇന്റർനെറ്റിൽ ചിലവഴിക്കുന്നവരായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയത്തെപ്പറ്റി വൈകാരികമായി, ചടുലമായി, മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് സംസാരിക്കാനോ എഴുതാനോ കഴിയണം. ചില മലയാള വാർത്താ മാധ്യമങ്ങൾ ഇതിനെ ഒരു പൊളിറ്റിക്കൽ സെറ്റയർ എന്ന രീതിയിൽ ലാഘവത്തോടെ ചിരിച്ചു തള്ളുന്നത് കണ്ടു. എൻ്റെ പെർസ്പെക്റ്റീവിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സെറ്റയറായി മാത്രം ചിരിച്ചു തള്ളാൻ പറ്റുന്നതല്ല CJP എന്ന ഈ സംഘടന. അതിന് കാരണം അവരുടെ മാനിഫെസ്റ്റോയാണ്. 5 കാര്യങ്ങൾ മാത്രമാണ് അവർ മാനിഫെസ്റ്റോയിൽ പറയുന്നത്. 1. ചീഫ് ജസ്റ്റിസിനും വിരമിച്ച ശേഷം രാജ്യസഭാ സീറ്റോ മറ്റ് രാഷ്ട്രീയ പദവികളോ റിട്ടയർമെന്റ് റിവാർഡായി നൽകരുത്. 2. ജനങ്ങളുടെ വോട്ട് റദ്ദാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്താൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണം. 3. പാർലമെന്റിലും എല്ലാ ക്യാബിനറ്റ് പദവികളിലും സ്ത്രീകൾക്ക് കൃത്യമായി 50% സീറ്റുകൾ ഉറപ്പാക്കുക. നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ തന്നെ അനുപാതം ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് ഇവരുടെ ആവശ്യം. 4. അംബാനി, അദാനി തുടങ്ങിയ വൻകിട കോർപ്പറേറ്റുകളുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുക. ഭരണകൂട അനുകൂല മാധ്യമപ്രവർത്തകരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷിക്കുക. 5. ജയിച്ച ശേഷം ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് കൂറുമാറുന്ന MLA-മാർക്കും MP-മാർക്കും 20 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും പൊതുപദവികൾ വഹിക്കുന്നതിനും വിലക്കേർപ്പെടുത്തുക. നീറ്റ് എക്സാം ഉൾപ്പെടെ നിരവധി കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോരുക. ഗവൺമെന്റ് ജോബ് നിയമനങ്ങൾ വൈകുക. അങ്ങ് കേന്ദ്രത്തിൽ മാത്രമല്ല, ഇങ്ങ് കേരളത്തിലുൾപ്പെടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലിക്ക് വേണ്ടി നടു റോഡിൽ മുട്ടിലെഴേണ്ടി വരുന്ന അവസ്ഥ. അൺഎംപ്ലോയ്മെന്റ്, കുറഞ്ഞ വേതനം, മികച്ച സാലറിക്കും ബെറ്റർ റിസർച്ച് റിലേറ്റഡ് ജോബ്സിനും ക്വാളിറ്റി ലൈഫിനും വേണ്ടി രാജ്യം വിടേണ്ടി വരുന്ന അവസ്ഥ. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന യുവത സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രം അവർ കോക്രോച്ചുകളാകുന്നു, പാരസൈറ്റുകളാകുന്നു. ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തിന് പിന്നാലെ അഭിജിത് ദീപ്കെ എക്സിൽ കുറിച്ച വാചകങ്ങളുണ്ട്. വാട്ട് ഇഫ് കോക്രോച്ചസ് കംസ് ടുഗദർ? പാറ്റകൾ കൂട്ടത്തോടെ വന്നാലും. അതെ, പാറ്റകൾ കൂട്ടത്തോടെ അണിചേരുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലെ ഫോളോവേഴ്സ് ഏതാണ്ട് 14.9 മില്യൺ ആണ്. ഇത് വെറുമൊരു പൊളിറ്റിക്കൽ സെറ്റയർ മാത്രമാണോ, അതോ രാജ്യത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ജൻസികളുടെ ഒരു പ്രക്ഷോഭത്തിന്റെ തുടക്കമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ.